ക്ലാസ് 10 കഴിഞ്ഞു. ഇനി ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണോ? സയൻസ് സ്ട്രീം, കൊമേഴ്സ് സ്ട്രീം, ആർട്സ് സ്ട്രീം, അതോ വേറെ ഏതെങ്കിലും കോഴ്സ് സെലക്ട് ചെയ്യണമോ? നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റും. എന്നാൽ തെറ്റായ ഒരു തീരുമാനം കൊണ്ട് വർഷങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഈ ചോയ്സുകളുടെ ക്രോസ് റോഡിൽ നിൽക്കുമ്പോൾ I'll help you make informed decision to choose the right course. സയൻസ്, ആർട്സ്, കോമേഴ്സ് സ്ട്രീംസിലുള്ള ടോപ്പ് 15 ഇൻ ഡിമാൻഡ് ജോബ്സ് നോക്കിയാലോ? എനിക്കറിയാവുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, അനൂപ്. അവന് ഇഷ്ടമായിരുന്നത് ഡിസൈൻ, ക്രിയേറ്റിവിറ്റി, ഡ്രോയിങ് ഇവയൊക്കെയായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം അവൻ സയൻസ് സബ്ജക്ട് എടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവന് ആത്മവിശ്വാസം വളരെ കുറഞ്ഞു, മാർക്ക് കുറഞ്ഞു. അവസാനം അവൻ തന്റെ ഇഷ്ടത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് അവൻ നല്ല ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. എന്നാൽ അവൻ നഷ്ടപ്പെട്ടത് 2 വർഷമായിരുന്നു. അവന്റെ ആത്മവിശ്വാസം, സന്തോഷം ഒക്കെയായിരുന്നു. റൈറ്റ് ഡിസിഷൻസ് കറക്റ്റ് സമയത്തിലെടുത്താൽ ലൈഫ് നമുക്ക് സ്മൂത്തായി മാറ്റാം. 10th കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കോഴ്സസും ആദ്യത്തെ 15 ഇൻ ഡിമാൻഡ് ജോബ്സും നമുക്ക് നോക്കിയാലോ? സയൻസ് സ്ട്രീം. എന്തുകൊണ്ട്, എങ്ങനെ എന്നീ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് സയൻസ് സ്ട്രീം വളരെ നല്ലതാണ്. സയൻസ് സ്ട്രീമിൽ 2 ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ് 1 എഞ്ചിനീയറിംഗ് സ്ട്രീം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഗ്രൂപ്പ് 2 മെഡിക്കൽ സ്ട്രീം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത് രണ്ടും ഒരുമിച്ച് എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇന്നോവേറ്റേഴ്സ് ആൻഡ് പ്രോബ്ലം സോൾവേഴ്സിന് എഞ്ചിനീയറിംഗ് സ്ട്രീം ചൂസ് ചെയ്യാം. ഹിയർ ആർ ടോപ്പ് 15 ഇൻ ഡിമാൻഡ് ജോബ്സ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, എയറോസ്പേസ്, എൻവയോൺമെന്റൽ, ബയോമെഡിക്കൽ, റോബോട്ടിക്സ്, പെട്രോളിയം, ന്യൂക്ലിയർ, ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ, മെറൈൻ, മെറ്റീരിയൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഹീലിംഗ് ആൻഡ് ഹെൽത്ത് കെയറിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മെഡിക്കൽ സ്ട്രീം പ്രോമിസിംഗ് കരിയേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഹിയർ ആർ ടോപ്പ് 15 ഇൻ ഡിമാൻഡ് ജോബ്സ് ഇൻ മെഡിസിൻ. ഡോക്ടർ, various specializations, surgeon, dentist, pharmacist, physiotherapist, nurse, biomedical engineer, medical lab technologist, nutritionist or dietitian, occupational therapist, speech therapist, radiologist, medical writer, healthcare administrator and medical researcher. സയൻസ് സ്ട്രീം ഓഫർ ചെയ്യുന്ന മറ്റ് ഹൈ ഡിമാൻഡ് കരിയർ ഓപ്ഷൻസ്: സയന്റിസ്റ്റ്, NDA, National Defense Academy officers, software developer, data scientist, biotechnologist, environmental scientist, nanotechnologist, cyber security analyst, forensic scientist, health informatics specialist, marine biologist, astrophysicist, geologist, etc. ആർട്സ് സ്ട്രീം കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്കുള്ള ഗ്രൂപ്പാണ് ഇതെന്ന് മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. സോഷ്യൽ സർവീസസ്, ഹ്യൂമാനിറ്റീസ്, ലാംഗ്വേജസ്, ലോ ആൻഡ് ആർട്സ് എന്നിവയിൽ താല്പര്യമുള്ളവർക്ക് ഈ സ്ട്രീം സെലക്ട് ചെയ്യാം. ആർട്സ് സ്ട്രീം വൈഡ് റേഞ്ചായ സബ്ജക്ട്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, സൈക്കോളജി, ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജസ്. Here are top 15 in demand jobs. Civil servant, public administrator, researcher, policy analyst, social scientist, data analyst, graphic designer, web designer, fashion designer, interior designer, hospitality and hotel management, social worker, counselor, education consultant, writer, journalist, editor, public relations officer, social media manager, performing artist, actor, dancer, musician, director, etc. കൊമേഴ്സ് സ്ട്രീം. ബിസിനസ്, പണം, ഫൈനാൻസ് ഇവയിൽ താല്പര്യമുള്ളവർക്ക് കൊമേഴ്സ് സ്ട്രീം സെലക്ട് ചെയ്യാം. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ഓർ ഇൻഫോർമാറ്റിക് പ്രാക്ടീസസ് എന്നിവ സബ്ജക്ട്സ് ആയി എടുക്കാം. ഹിയർ ആർ ടോപ്പ് 15 ഇൻ ഡിമാൻഡ് ജോബ്സ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, financial analyst, investment banker, management consultant, company secretary, marketing manager, human resource manager, stock broker, economist, business development executive, supply chain manager, insurance underwriter, real estate developer, corporate lawyer, tax consultant, etc. ഡിപ്ലോമ കോഴ്സുകൾ. +1ഉം +2ഉം ഒഴിവാക്കി നേരത്തെ എയിം തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കുള്ളത് നേരിട്ടുള്ള പ്രാക്ടിക്കൽ പഠനം, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ,
കമ്പ്യൂട്ടർ, മെക്കാനിക്കൽ, സിവിൽ എക്സെട്ര. ITI കോഴ്സുകൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, വെൽഡർ എക്സെട്ര. ചെറിയ കാലയളവിൽ പഠിച്ച് വേഗം ജോലി നേടാം. സ്കിൽ ഉണ്ടെങ്കിൽ വരുമാനം കുറയില്ല. മോഡേൺ കോഴ്സസ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോഡിംഗ് എക്സെട്ര. 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് ഏണിംഗ് തുടങ്ങാം. എങ്ങനെ റൈറ്റ് കോഴ്സ് ചൂസ് ചെയ്യണം? 5 ടിപ്സ് നോക്കിയാലോ. 1. സെൽഫ് അസസ്മെന്റ്. അണ്ടർസ്റ്റാൻഡ് യുവർ ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത് ആൻഡ് വാല്യൂസ്. നിങ്ങളുടെ വാല്യൂസിനും ഇൻട്രസ്റ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുക. 2. റിസർച്ച്. എല്ലാ കോഴ്സുകളുടെയും കരിക്കുലവും ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും റിസർച്ച് ചെയ്യുക. എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തുക. 3. ഗൈഡൻസ്. മെന്റേഴ്സിന്റെയും ടീച്ചേഴ്സിന്റെയും നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റിലുള്ള പ്രൊഫഷണൽസിന്റെയും അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കാം. 4. ഫ്ലെക്സിബിലിറ്റി. എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ബി വില്ലിംഗ് ടു എക്സ്പ്ലോർ ന്യൂ അവന്യൂസ്. 5. പാഷൻ. ഫോളോ യുവർ ഹാർട്ട് ആൻഡ് സെലക്ട് എ കോഴ്സ് ദാറ്റ് അലൈൻസ് വിത്ത് യുവർ ഗോൾസ് ആൻഡ് പാഷൻ. നിങ്ങളുടെ സ്ട്രീം അല്ല നിങ്ങളുടെ സക്സസ് നിർണ്ണയിക്കുന്നത്. യുവർ മൈൻഡ് സെറ്റ് ഡസ്, യുവർ എഫേർട്ട് ഡസ്, യുവർ കൺസിസ്റ്റൻസി ഡസ്. Remember, it's not about choosing the easy path. It's about choosing the right path for you. Keep learning, keep growing. Have a great life.